അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പരിശുദ്ധമാക്കപ്പെട്ട മാസം നമുക്ക് ഓതേണ്ട ഒരു ചെറിയൊരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അള്ളാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. അള്ളാഹു സാമ്പത്തിക അഭിവൃദ്ധി നൽകുന്നതാണ്. സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകുന്നതാണ്. അതുപോലെ ഐശ്വര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു മഹത്തായ ഒരു സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കടമുള്ളവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പലരും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെയും ഞങ്ങളുടെയും സകല അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തായ ശവ്വാൽ മാസത്തിലാണ് ഞാൻ നിങ്ങൾ നിലകൊള്ളുന്നത്. റമദാൻ അങ്ങോട്ട് കഴിഞ്ഞു, അതാ ശവ്വാൽ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടും ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ വേണം. കാരണം റമദാന് നമ്മൾ നേടിയെടുത്ത ഇബാദത്തുകൾ അത് പാടെ നമ്മൾ വലിച്ചെറിഞ്ഞു പോകാൻ പാടില്ല. ചിലർ റമദാന് മാത്രം നിസ്കരിക്കുന്നവരുണ്ടാകും, റമദാന് മാത്രം ദാനധർമ്മം കൊടുക്കുന്നവരുണ്ടാകും, റമദാന് മാത്രം ഖുർആൻ ഓതുന്നവരുണ്ടാകും. എത്രയോ ആൾക്കാർ പരിശുദ്ധ റമദാനിൽ നമസ്കരിച്ചിട്ട് ശവ്വാൽ മാസം വരുമ്പോൾ ആ നമസ്കരിക്കാതെ പോകുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളിൽ ആദ്യമായി ചോദിക്കപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നമസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. ഖബറിൽ ആദ്യത്തെ ചോദ്യം നിങ്ങളെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ. അപ്പൊ ഈ പരിശുദ്ധ റമദാൻ ചെയ്ത ആ പുണ്യകർമ്മങ്ങളൊക്കെ ഈ റമദാൻ ചെയ്ത പുണ്യകർമ്മങ്ങളൊക്കെ നമ്മൾ ഈ ശവ്വാലിൽ തുടർന്നു പോകണം. അല്ലാതെ ശവ്വാലിൽ എല്ലാം അങ്ങ് നിർത്തി അങ്ങ് പോകരുത്. ഈ മാസത്തെ ഇങ്ങനെയുള്ള പുണ്യ അമലുകൾ കൊണ്ട് നമ്മൾ ബഹുമാനിക്കപ്പെടണം. മഹത്തായ ഈ മാസത്തെ നമസ്കാരങ്ങൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും സലാത്തുകൾ കൊണ്ടും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ടും നമ്മൾ ബഹുമാനിക്കപ്പെടണമെന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമുക്കറിയാം, മഹാന്മാരായ സഹാബാക്കൾ വർഷത്തെ രണ്ടായിട്ട് ഒരു വിഭജിക്കുമായിരുന്നു. 6 മാസം അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ റമദാനിലെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അടുത്ത 6 മാസം റമദാൻ കഴിഞ്ഞാലുള്ള 6 മാസം അവരെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യും, ഖാലിഖായ അല്ലാഹ്, പടച്ചവനെ ഞങ്ങൾ പരിശുദ്ധ റമദാനിൽ ചെയ്ത പുണ്യകർമ്മങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നോമ്പുകളെയും അതുപോലെ തന്നെ ഞങ്ങളെ ഖുർആൻ പാരായണത്തെയും അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള എല്ലാ നന്മകളെയും നീ സ്വീകരിക്കണേ അല്ലാ എന്ന ഒരു പ്രത്യേക ദുആ ചെയ്യുമായിരുന്നു. അപ്പൊ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ 6 മാസം ഒരു ദുആ ചെയ്യും, അല്ലാഹുവേ റമദാന് ഞങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഖത്തം പൂർത്തിയാക്കി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ റമദാനിൽ ധാരാളം ചെയ്തവരാണ്. നന്മയായ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊന്നും ഈ ശവ്വാൽ മാസത്തിൽ നിങ്ങൾ കളഞ്ഞു പോകരുത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ശവ്വാൽ മാസം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ശവ്വാൽ മാസവും ഈ മാസത്തെ നമ്മൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കപ്പെടണം. ആ റമദാന് നമ്മൾ നേടിയെടുത്ത മഹത്തായ ആരാധനകൾ ശവ്വാലിൽ ഉപേക്ഷിച്ചു പോകാതെ ആ ആരാധനകളെല്ലാം നമ്മൾ ഊട്ടി ഉറപ്പിച്ച് അത് ശക്തിപ്പെടുത്തി ശവ്വാൽ മുതൽ നമ്മൾ തുടങ്ങണം. അതുകൊണ്ടൊരു മഹത്തായ സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു ചെറിയ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക അഭിവൃദ്ധി, അല്ലാഹു സമ്പത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, രോഗമുള്ളവരുണ്ട്, കടക്കാറുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലിയുന്നവരുണ്ട്, ജയിലിൽ അകപ്പെട്ടവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയ വിജയം അല്ലാഹു നൽകുന്നതാണ്. നമുക്ക് നോക്കാം ഏതാണ് ആ സൂറത്ത്. ഒരു ചെറിയ സൂറത്താണ്. മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്ന ഈ സൂറത്ത് ഒരു ചെറിയ സൂറത്താണ്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ഇൻശിറാഹ്.
ആ സൂറത്ത് നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് ഇലാ റബ്ബിക ഫർഅബ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഈ മഹത്തായ സൂറത്ത് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും 40 പ്രാവശ്യം നിങ്ങൾ ഓതി വന്നാൽ, 40 പ്രാവശ്യം 40 ദിവസം നിങ്ങൾ ഓതി വന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദാരിദ്ര്യം പാടയെ മാറി സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ നമ്മൾ ഓതുമ്പോൾ നല്ല ഇഖ്ലാസോടെ, പടച്ചവനേ നീയാണ് എല്ലാം നൽകുന്നവൻ റഹ്മാനായ റബ്ബേ, ഈ പ്രപഞ്ചത്തിലെല്ലാം നൽകുന്നവൻ നീയാണ് അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നീ എനിക്ക് വലിയ വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ എന്റെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. നല്ല ഇഖ്ലാസോടെ നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നോക്ക്. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. അപ്പൊ ഈ സൂറത്ത് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും 40 പ്രാവശ്യം വെച്ച് 40 ദിവസം നിങ്ങൾ ഓതണം. അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന ഒരു സൂറത്താണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മറക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമുക്ക് ദാരിദ്ര്യം തരുകയില്ല. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഈ സൂറത്തുൽ വാഖിഅ നിങ്ങൾ പാരായണം ചെയ്യുക എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്, ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്, ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാക്കുന്നതാണ്. അപ്പൊ ഈ രണ്ട് സൂറത്തും സൂറത്തുൽ ഇൻശിറാഹും സൂറത്തുൽ വാഖിഅയും നമ്മൾ ഓതേണ്ടിയുള്ളത് എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം, എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ നിങ്ങൾ ഓതി വന്നാൽ ഇൻഷാ അല്ലാഹു നിങ്ങളെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുന്നതാണ്, സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്, ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവരും ഈ സൂറത്ത് ഓതുക. ഈ രണ്ട് സൂറത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുക. അല്ലാഹുവേ നീ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം നീ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഖാലിഖായ റബ്ബേ, നിന്റെ ഖുർആനിന്റെ മഹത്വങ്ങൾ ചർച്ച ചെയ്ത മജ്ലിസാണ് അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ പലരും കടക്കാറാണ്, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ദാരിദ്ര്യം നീ തൂത്തെറിയണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ എത്രയോ മക്കൾ വിവാഹപ്രായം വെച്ച് നിൽക്കുന്ന സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന വിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ കേസുകളിൽ നിന്ന്, കള്ള കേസുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.